ഈ ലോകാവസാനത്തിനെ പറ്റിയുള്ള ചിന്തകൾ നമുക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഇത് എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട്, തീമഴ പെയ്യും, സുനാമി വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ശാസ്ത്രം പറയുന്നത് എപ്പോഴും ഭൂമിക്ക് ഒരു അവസാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ബഹിരാകാശത്തിൽ നിന്ന് വരുന്ന ഒരു ഭീഷണിയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത് ശാസ്ത്രം. കാരണം ഒരു സുനാമിയോ അല്ലെങ്കിൽ ഒരു ഭൂമി കുലുക്കുമോ കൊണ്ട് മുഴുവൻ ഭൂമിക്കും ഒരു നാശം ഉണ്ടാകുക എന്നുള്ളത് ഒരു വളരെ നമുക്കത് കുറച്ച് അതിശയോക്തിയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന മുൻപ് ഈ ഭൂമി അടക്കി ഭരിച്ചിരുന്നത്, ഇപ്പം മനുഷ്യൻ അടക്കി ഭരിക്കുന്നത് പോലെ മുൻപ് ഭൂമിയെ അടക്കി ഭരിച്ചിരുന്നത് ദിനോസറുകളായിരുന്നു. നമ്മൾ ബുദ്ധി കൊണ്ടാണ് ഭൂമിയെ അടക്കി ഭരിക്കുന്നതെങ്കിൽ അവർ ശക്തി കൊണ്ടായിരുന്നു. അവർ ഇത്രയും വലിയ ഭീമാകാരമായിട്ടുള്ള ജീവികളായിരുന്നു. ഇത് ഇത്രയും വലിയ ഭീമാകാരമായിട്ടുള്ള ജീവികൾ ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കൊണ്ട് ഇല്ലാതായി പൂർണ്ണമായിട്ടും. എങ്ങനെയാണ്? ഈ പറയുന്നൊരു ഉൽക്ക വന്ന് പതിച്ചാണ്. അതുപോലൊരു ഉൽക്ക വീണ്ടും മനുഷ്യരാശി ഇല്ലാതാക്കാൻ വരുമെന്നും പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഇപ്പോൾ നാസ ഒരു അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കുക അതുപോലൊരു ഇതാണെന്ന്. പക്ഷേ അത് ഭൂമിയുടെ അടുത്തുകൂടെ പോകുന്നു എന്നുള്ളതാണോ, ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളതാണോ? രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, നമുക്കിപ്പോൾ നിഗമനത്തിലുള്ളത് ഇപ്പോൾ അതായത് ഒരു കാര്യം കൂടി, ഉൽക്ക എന്നുള്ളതിന് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയാം. ഈ ഉൽക്ക എന്ന് പറയുന്ന സാധനം എത്ര വന്നാലും ഭൂമിയെ സംബന്ധിച്ച് വലിയ ഭീഷണിയല്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഈ ഉൽക്ക എന്ന് പറയുന്ന താരതമ്യേന ചെറുതും ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ചാൽ അത് കത്തിപ്പോകും. അതിൻ്റെ ഭൂമിയിൽ വന്ന് പതിക്കുന്നെങ്കിൽ തന്നെ അതിൻ്റെ ഒരു 1000-1 വീഴും. അത് വീണാലും അപകടം ഉണ്ടാകും, ഷുവറായിട്ടുണ്ടാകും. ഒരു കല്ല് വലിച്ച് എറിയുന്ന അതേ ഒരു പ്രതീതി തന്നെ ഉണ്ടാകും. ഇനി റഷ്യയിലും മറ്റും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഉള്ളത് ഈ ചിഹ്നഗ്രഹങ്ങൾ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് ഒരു ഗ്രഹമായിട്ട് നമുക്കതിനെ കൂട്ടാൻ കിട്ടില്ല, അത്ര വലിപ്പമുള്ളതല്ല, എന്നാൽ ഉൽക്കയുടെ അത്ര ചെറുതുമല്ല. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന സാധനത്തെയാണ് ചിഹ്നഗ്രഹം എന്ന് പറയുക. ഈ ചിഹ്നഗ്രഹങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവന് ഭീഷണിയാണ്. കിലോമീറ്ററോളം വലിപ്പം ഉണ്ടായിരിക്കും. അതെ. അത്തരത്തിൽ ഒരു ചിഹ്നഗ്രഹം ഇപ്പോൾ ഭൂമിയുടെ ഭൗമാന്തരീക്ഷത്തിൻ്റെ പറ്റക്കുടി കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ പേര് നമ്മൾ ഇട്ടേക്കുന്നത് 2025 QV9 എന്നാണ്. അപ്പോൾ ഈ സാധനം നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കില്ല, എന്നാൽ ഭൂമിയുടെ പരിസരത്തുകൂടി പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം സംഗതികളെ നമ്മൾ നിയോ എന്നാണ് വിളിക്കുക. അതായത് നിയർ എർത്ത് ഒബ്ജക്റ്റ്, ജസ്റ്റ് മിസ്. അതായത് കൃത്യം പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഈ ഇന്നലെ സെപ്റ്റംബർ 10 ഇത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത് കാണപ്പെട്ട സമയം. അപ്പോൾ ഇതിൻ്റെ അകലം എന്ന് പറയുന്നത് ഏതാണ്ട് 12,50,000 കിലോമീറ്റർ അകലെയാണ് ഭൂമിയിൽ നിന്ന്. അതായത് നമ്മുടെ ഭൗമാന്തരീക്ഷത്തിൽ നിന്ന് എത്രയോ കിലോമീറ്ററുകൾ അകലെ കൂടിയാണ് ഇത് കടന്നു പോയേക്കുന്നത്. ഇത് നമ്മുടെ ചന്ദ്രനും ഭൂമിയായിട്ടുള്ള ദൂരം ഏതാണ്ട് 3,84,400 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ ചന്ദ്രനുമായിട്ടുള്ള ദൂരത്തേക്കാൾ എത്രയോ മടങ്ങ് അകലെ കൂടിയാണിത് പോയേക്കുന്നത്. അതുമാത്രമല്ല, ഈ QV9 2025 എന്ന് പറയുന്ന ഈ ചിഹ്നഗ്രഹത്തിന് ഏതാണ്ട് 100 മീറ്റർ വലിപ്പമാണ് നമ്മൾ കണക്കാക്കുന്നത്. ഒരു വലിയ യാത്രാ വിമാനത്തിൻ്റെ അത്ര വലിപ്പം. എന്നാൽ ഇതിൻ്റെ വേഗത 10,319 മൈൽസ് പെർ അവർ, അത്രയും വേഗതയിൽ കടന്നു പോകുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അത് ഇത്രയും വേഗതയിൽ നമ്മുടെ ഭൗമാന്തരീക്ഷത്തിലോട്ട് വന്നാൽ പോലും നമുക്ക് അത്ര വലിയ ഭീഷണി പ്രതീക്ഷിക്കേണ്ടത്. എന്നാലും കരുതണം. ഇപ്പോൾ നേരത്തെ വിജയ് പറഞ്ഞതുപോലെ ഈ സാധനം, ഈ ചിഹ്നഗ്രഹം വന്ന് ഭൂമിയുടെ ഭൗമാന്തരീക്ഷത്തിൽ വന്നാലും അത് കത്തി പൂർണ്ണമായും തീരാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ അത് വന്ന് പൊട്ടിത്തെറിച്ചെന്നും ഇരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 2013 ഇത് റഷ്യയിലെ ചെലിയാബിൻസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 65 അടി വലിപ്പമുള്ള ഒരു ഉൽക്ക വന്ന് പൊട്ടിത്തെറിച്ചു. അത് ഒരു 1,500-ഓളം പേർക്ക് പരിക്കും, ഒരു 7,000 കെട്ടിടങ്ങൾക്ക് നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഇതാണ് മരണമൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇത് പൊട്ടിത്തെറിച്ച് ഒരു ചെറിയ കഷ്ണങ്ങളായിട്ട് വന്ന് വീണത് ഭാഗ്യവശാൽ ആരും മരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഉൽക്ക അല്ലെങ്കിൽ ചിഹ്നഗ്രഹം നമ്മുടെ ഭൗമോപരിതലത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്ന തീർച്ചയായിട്ടും നമുക്ക് ഒരു കൗതുക കാഴ്ച എന്നതിനപ്പുറം അത് നമ്മുടെ ജീവന് ഭീഷണി ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഈ ഉൽക്ക അല്ലെങ്കിൽ ചിഹ്നഗ്രഹത്തിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് അത് നമുക്ക് ഭീഷണി ഉണ്ടാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഷുമാക്കർ ലെവി എന്ന് പറഞ്ഞൊരു വാൽനക്ഷത്രം അത് ഈ തരത്തിൽ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്നു എന്നൊക്കെ പറഞ്ഞൊരു പ്രചാരണം ഉണ്ടായിരുന്നു. പിന്നീടൊരു വാർത്ത വന്നത് അതിൻ്റെ ഭ്രമണപഥം മാറിപ്പോയി, അതിപ്പോൾ അപകടകരമല്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ നിയർ എർത്ത് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന എല്ലാ സംഗതിയെയും നമ്മളിങ്ങനെ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും.
കാര്യം അതിൻ്റെ ഭ്രമണപഥം അത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ ട്രെയിൻ സർവീസ് ഉണ്ടല്ലോ, എതിർ ദിശയിൽ ഓരോ ട്രെയിൻ വന്നാൽ കൂട്ടിയിടിക്കും എന്നുള്ളത് ഉറപ്പാണ് അല്ലേ. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത കൂടി കടന്നു പോകുന്നൊരു ട്രെയിൻ നമ്മുടെ അടുത്തുകൂടി കടന്നു പോകുമ്പോൾ നമ്മളൊന്ന് പേടിക്കും, പക്ഷേ നമുക്ക് ഭീഷണിയൊന്നും ഉണ്ടാകില്ല. ഇതേപോലെയാണ് ഈ ചിഹ്നഗ്രഹങ്ങളുടെ അവസ്ഥ. നമ്മൾ ഒരേ ട്രാക്കിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് അത് നമ്മുടെ ഭൂമിയെ വന്ന് ഇടിക്കും. എന്നാൽ നമ്മുടെ പരിസരത്തുകൂടി പോയാൽ നമ്മൾ അതിനെ കണ്ട് ഒരു കാഴ്ച. ഈ വരുന്ന ഈ ഒരു ആസ്ട്രോയിഡ് ഉണ്ട് 2025 QV9 ഇത് ഭൂമിയിൽ വന്ന് പതിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഭൂമിയുടെ സർവനാശത്തിന് കാരണമാകുന്ന അത്രയും എന്തൊക്കെ വലിപ്പമില്ലേ അതിന്? ഒരിക്കലും ഉണ്ടാകില്ല. കാരണം ഈ പറയുന്ന നമ്മളിപ്പോൾ കണക്കാക്കുന്ന വലിപ്പമാണ് ഏതാണ്ട് 100 മീറ്റർ. അത് ഭൗമാന്തരീക്ഷത്തിലോട്ട് കടക്കുമ്പോൾ എങ്ങനെയൊക്കെ പോയാലും അതിൻ്റെ 2/3 ഭാഗം മിനിമം അത്രയെങ്കിലും കത്തിത്തീരും. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ വന്ന് പതിക്കുക ഒരു 10-20 ദിനോസറുകളെ നശിപ്പിച്ചത്. അപ്പോൾ അത്രയും വലിയ ഒരു അത്ര വലിയ ഒരു കൂട്ടിയിടി ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ അതിലും ചില മറുവാദങ്ങളുണ്ട്. കാര്യം ഈ ഒരു കൂട്ടിയിടി ഉണ്ടായാൽ ദിനോസറുകൾ മാത്രം എങ്ങനെ നശിച്ചു, മറ്റ് ജന്തുജാലങ്ങളൊക്കെ ഇവിടെ അവശേഷിച്ചത് എങ്ങനെയാണ്? അതുമാത്രമല്ല, ഈ ദിനോസറുകൾ ഉണ്ടായിരുന്നത് നമ്മുടെ വലിയ എന്താ പറയുക കാടുകളിൽ അല്ലെങ്കിൽ ആ മേഖലകളിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. ആമസോൺ എന്നൊക്കെ പറയുന്ന അതേ സമാനമായ അവസ്ഥ ഈ ദിനോസറുകളുടെ അവശിഷ്ടം ഇന്ത്യയിലും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ സാധിച്ചു? അപ്പോൾ ഇന്ത്യയിലും അത്ര വലിയ കൂട്ടിയിടി നടന്നതിൻ്റെ ഇപ്പോൾ മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു ആ കൂട്ടിയിടി നടന്നതെന്ന് ശാസ്ത്രം അനുമാനിക്കുന്ന വലിയൊരു ഗർത്തമുള്ളത് അവിടെയാണ്. അപ്പോൾ സമാനമായ അവസ്ഥ ഇവിടെ ഇല്ല. പക്ഷേ ഇവിടുത്തെ ദിനോസറുകൾ അപ്രത്യക്ഷമായിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് പല വാദപ്രതിവാദങ്ങളുണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം വിശദമായിട്ട് പറയാം. അതല്ല, ഈ പരിണാമ സിദ്ധാന്തമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള സാധനമാണ്. എല്ലാവരും നമ്മളെ ഈ പരിണാമ സിദ്ധാന്തത്തിൽ പറഞ്ഞ എന്താ, ഒരു ജീവി പരിണമിച്ച് ഈ അവസ്ഥയിലായി. ഇപ്പോൾ മനുഷ്യൻ്റെ കാര്യം നോക്കും, ആൾക്കുരങ്ങിൽ നിന്ന് പരിണമിച്ച് ഇവിടേക്ക് ആയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യനൊപ്പം പരിണമിച്ച് ആയ മറ്റ് ജീവജാലങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. അന്നുള്ള ജീവികളൊക്കെ ഇന്നുണ്ട്, കുരങ്ങും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പരിണാമ സിദ്ധാന്തം പോലും ചോദ്യം ചെയ്യപ്പെട്ട അവസ്ഥയിൽ, അതേപോലെ ഈ ദിനോസർ കാലത്ത് എനിക്ക് തോന്നുന്നു മാമത്തുകൾ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, നമ്മുടെ വലിയ ആന, അതിൻ്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പിൻഗാമിയാണോ ഇന്നത്തെ ആന എന്നുള്ളതിന് തെളിവില്ല. അപ്പോൾ ഇങ്ങനെ പല നമ്മളെ ശാസ്ത്രത്തിന് നിർവചിക്കാൻ പറ്റാത്ത പല സംഗതികളും ഉണ്ട്. ഇപ്പോൾ ആനയുടെ കാര്യം തന്നെ പരിഗണിച്ചാൽ തന്നെ അന്ന് ദിനോസർ കാലത്തുണ്ടായിരുന്ന ജീവികളുടെ ഇന്നത്തെ പിൻഗാമികൾ കാണണമല്ലോ, അതില്ലല്ലോ, എല്ലാം കൃത്യമായിട്ടില്ലല്ലോ. പുതിയ പുതിയ ജീവജാലങ്ങൾ നമ്മുടെ ഉണ്ടായിട്ടുമുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ നമുക്കറിയില്ല. ഇനി നമ്മൾ പറഞ്ഞ വിഷയത്തിലോട്ട് വരാം. ഇപ്പോൾ ഈ ചിഹ്നഗ്രഹങ്ങൾ ഭൂമിയെ ലക്ഷ്യമാക്കി വന്നാൽ അത് ഉറപ്പായിട്ടും നമ്മുടെ ജീവന് ഭീഷണി. അപ്പോൾ ഇതിന് ശാസ്ത്രം ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ ചിഹ്നഗ്രഹങ്ങളുടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. നമ്മൾ ഈ ഷോർട്ട് പുട്ട് എറിയുമല്ലോ, ഒരു ഇരുമ്പ് കമ്പിയിൽ ബന്ധിപ്പിച്ചിട്ടാണ് ഇതിങ്ങനെ എറിയുക. ഇപ്പോൾ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് സൂര്യനുമായിട്ടൊരു കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് ആ ഷോർട്ട് പുട്ടിൻ്റെ വലയത്തിൽ കിടന്ന് കറങ്ങുന്ന കണക്കെയാണ് ഭൂമി. അതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല. ആ വലയം കൃത്യമായി അത് തന്നെ ഫോളോ ചെയ്താണ് ഭൂമി പോകുന്നത്. ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളാണെങ്കിലും ഇതേപോലൊരു ഭ്രമണപഥം അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ പാതയിൽ ഭൂമി വന്നാലാണ് പ്രശ്നം. അപ്പോൾ ആ പാതയിൽ ഒരു വ്യത്യാസം വരുത്തിയാൽ നമുക്ക് അപകടം ഒഴിവാക്കാൻ പറ്റും. ഈ ഷോർട്ട് പുട്ട് എറിയുന്ന കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതിൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് വിട്ടുപോയാൽ തെറിച്ച് ദൂരെ പോകുമല്ലോ എന്ന് പറയുന്നത് പോലെ ഈ ചിഹ്നഗ്രഹം വരുന്ന പാതയിൽ അതിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതിനൊരു പരീക്ഷണം എന്ന നിലയിൽ നമ്മൾ നാസയുടെ ഡാർട്ട് എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അതായത് ഇത്തരം ചിഹ്നഗ്രഹങ്ങളിൽ ഒരു ഉപഗ്രഹത്തെ ഇടിച്ചിറക്കി അതിൻ്റെ വഴി തെറ്റിച്ച് കളയും. അങ്ങനെ ഒരു സംഭവം വിജയകരമായി. ഇപ്പോൾ യൂറോപ്യൻ സ്പേസ് അസോസിയേഷൻ ആ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് ഇപ്പോൾ പഠിക്കാൻ ഒരു പദ്ധതി ഇടുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ഉപഗ്രഹം ഇടിച്ച് വഴിതെറ്റിച്ച് വിട്ട ആ ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മുടെ ISRO ഇത്തരത്തിൽ 2030 ഇത്തരത്തിലൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ, അതായത് അസ്ട്രോസാറ്റ് 2 എന്ന് പറയുന്ന ഒരു ഉപഗ്രഹം തന്നെ വിക്ഷേപിക്കാൻ ISROയ്ക്ക് പദ്ധതി. ഇത്തരത്തിൽ വരുന്ന ചിഹ്നഗ്രഹങ്ങളെ എങ്ങനെ നേരിടണം? പക്ഷേ ഒരു പ്രശ്നം, നിലവിൽ ഒരു വെല്ലുവിളി ഉണ്ടായാൽ ഒരു 10 വർഷത്തിനുള്ളിൽ ഒരു ചിഹ്നഗ്രഹമോ അല്ലെങ്കിൽ വലിയ ഭീമാകാരമായ ഉൽക്കയോ ഭൂമിയെ ലക്ഷ്യമാക്കി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെ എന്തുണ്ടായാൽ ഒരു 70-75% നമുക്ക് അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇത് സംബന്ധിച്ച് ദീർഘകാലത്തിലേക്ക്. അതെ 2038 ഇത്തരത്തിലൊരു 2038 ജൂലൈ 12 ഒരു സാങ്കല്പിക കൂട്ടിയിടി ഈ ശാസ്ത്ര സംഘം അതിനെക്കുറിച്ച് എന്താ പറയുക പഠനം നടത്തി. അപ്പോൾ
അതായത് പ്ലാനറ്ററി ഡിഫൻസ് ഇന്റർ ഏജൻസി എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഈ എല്ലാ രാജ്യങ്ങളും ഒരുമിച്ചാണ് നടത്തുന്നത്. അപ്പോൾ അത്തരം ഒരു സംഘം ഒരു പഠനം നടത്തിയപ്പോൾ ഒരു 70-75% ഒരു കൂട്ടിയിടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ പല മാർഗ്ഗങ്ങളാണ് ഇപ്പോൾ ശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് ഈ കൈനറ്റിക് ഇമ്പാക്ട്, അതായത് ഒരു ഉപഗ്രഹം അങ്ങോട്ട് വിക്ഷേപിച്ച് അതിനെ ഇടിച്ചു തെറിപ്പിക്കുക എന്നുള്ളത്. പിന്നെ ലേസർ ഉപയോഗിച്ച്, നമ്മുടെ ലേസർ രശ്മികൾ ഉപയോഗിച്ച് അതിനെ തടയാൻ നോക്കുക. മൂന്നാമത്തത് അറ്റകൈ പ്രയോഗമാണ്. ഈ പറയുന്ന ചിഹ്നഗ്രഹം ഏതാണ് അങ്ങോട്ടേക്ക് ഒരു ആറ്റം ബോംബ് വിക്ഷേപിക്കുക, എന്നിട്ട് അവിടെ ആറ്റം ബോംബ് അണുവിസ്ഫോടനം നടത്തി അതിനെ തകർത്ത് കളയുക. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം സാധ്യമാണ് എന്നുള്ളതിന് സാധ്യമാണ്. കാര്യം നമ്മൾ ഒരു മുന്നനുഭവം ഉണ്ട്. നാസ അത്തരം ഒരു ശ്രമം വിജയകരമായി. പക്ഷേ നമ്മൾ കരുതിയിരിക്കണം, ഇപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിൽ ഇതേപോലെ ഈ വാനനിരീക്ഷകരൊക്കെ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആകാശത്ത് എന്തോ ഒരു സാധനം ഇങ്ങനെ മിന്നി മറഞ്ഞുന്ന പോലെയൊക്കെ കാണും. ഇതെല്ലാം ഈ ഒരു ഗണത്തിൽപ്പെടുന്നതൊക്കെ തന്നെ. അതിനെ നിരന്തരമായി നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എന്തെങ്കിലും ഒരു വ്യതിചലനം വന്ന് ആങ്കി ഒന്ന് ഭൂമിയിലേക്ക് വരെ വന്ന് കളയാം എന്ന് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ അപകടം എപ്പോൾ വേണേലും സംഭവിക്കാം. അപ്പോൾ നമ്മൾ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. തൽക്കാലം നമുക്ക് പേടിക്കാൻ യാതൊന്നും തന്നെ ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്.